രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഏവർക്കും നമസ്കാരം. അയോധ്യാകാന്ഡം സംസ്കാരകർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യസോദരോപാധ്യായയുക്തനായൊരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവം എടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാതരാൽ. വേദപരായണന്മാരാം ദ്വിജ്വാവലിക്ക് ഓദന ഗോധന ഗ്രാമരത്നാംബരം ഭൂഷണാലേപന താംബൂല പൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ച ആശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ. അദ്ദിനം നാനാ സുഹൃജനത്തോടുമനാകുലം തത്ര വാസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികെ. ആർണോരുഹാസനാസന്നിഭനാം മുനി സ്വർണാസനെ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോട് അംഭോജ സംഭവാനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ തവതാതൻ്റെ ശരഥൻ പൃഥ്വീതലം നിനക്ക് നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥം ഏഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോടു ചെയ്തിടുവൻ. രാജ്യം അരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്കാ കുമാരാ നീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതായല്ലായിലേപനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയനു രാജ്യം കൊണ്ടു കിം ഫലം? മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതെറുകാലാൾ കുതിരപ്പടയോടും ആനകാശംഖാപടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനി ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചു ഇടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലാവും പൂണ്ടു താപസാവേഷം ധരിച്ചു ജഡപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ഭരതൻ്റെ വനയാത്ര. ചിത്തെ നിനക്കിതു തോന്നിയതത്ഭുതം. ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ. സാധുക്കളെ വമ്പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവൻ ഉദിച്ചു. ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു.
ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസാവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിഭശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകേയപുത്രി സുതൻ പടയോടുമിങ്ങാകുതനായതു കേട്ടു. ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിൻ എല്ലാവരും. ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ. അന്തികെ ചെന്നു വന്നിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും. ഇവരിനി നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തവനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരാസോദരം സാദരം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു. ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യം. അനാമയവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമാപൂരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ. ലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ. അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചൊന്നതും. യാതൊരിടത്ത് ഉറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരിക എന്ന് കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാതോരോ സന്തോഷേണ ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നീടിനാൻ. യത്ര സുപ്തോ നിശീരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധ്നി സുവർണതൽപസ്ഥലേ കോമള സ്നിഗ്ധ ധവളാംബര ആസ്മൃതേ രാമേണ ദേശദേ. മഹാസുഖം സാ കഥം ഛേദേ കോശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മന. മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരുണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം ദുഷ്കൃതിയായി അതിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നീതനുജനു നിർമ്മലമാനസൻ സൗഭാഗ്യനത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായി ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവൻ. എന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം.
ചൊല്ലു നീ എന്നോടെവിടെ വസതി, കൗസല്യാതനയനവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനൂമര ചെയ്താൻ. മംഗലദേവതാവല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ള ഒരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവൻ. നിർണയമെങ്കിലോ കേൾക്കാം മഹാമതേ. ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയ തന്നെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ, തർത്തുമമർത്യതടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭാദ്യനീ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭൂതനദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം അഞ്ജസ കൂലദേശം നിറച്ചിടിനാൻ 500 തോണി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റവും വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നോടു ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും ദധാ. രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പ്രഥീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരറ്റി മന്ദം തുഴഞ്ഞസ്തവിദ്യ കടത്തിടിനാനാദരാൽ. ഉമ്പർതടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വൻപടയും തഥാ ശീഘ്രം ഭരദ്വാജതാവസേന്ദ്രാശ്രമം വ്യാഘ്ര ഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായി ഉടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ദൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തദ്വാ ജടാവൽക്കലാധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തടോ കാഷ്ടമിക്കോ ഉപപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം? വൻപടയോടുമാ ഹന്തവനാന്തരേ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനു ഇത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പൻ ഇന്ന് ഈ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേതപോനിധേ ഞാനേതുമേ ഒന്നറിഞ്ഞില്ല. രാഘവൻ കാനനത്തിനെഴുന്നള്ളുവൻ മൂലവും കേകേയപുത്രിയാം അമ്മ തൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാദപത്മം പ്രണാമം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി നൽ പാദവാരിജയുഗ്മം ഭജിക്കന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലൊരു കാക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനം ഏനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധ്നി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സ
വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകൊരാ കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടും ഇല്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്ക് അതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാചാര്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായി അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു. കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു. ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും. ഭാവനാവൈഭവമെത്രയോ അത്ഭുതം. ഭക്ഷ്യപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തനും കർമ്മണ. ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത് സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭാരദ്വാജമന്ദിരേ സുപ്തരായ രാമരാവതി സന്നിധേ. ഉത്ഥാനവും ഉഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ. കിഞ്ചിതന്തികെ മിത്രമായോരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമസന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതപോധനമണ്ഡലേ. കാണാഞ്ഞ് ഓരോരോ മനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു മത്യാദരം. പുത്ര വാഴുന്നു രഘൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥരെ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമപുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും തത്തൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യുത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണവല്ലീതരുഷഷ്പ രമണീയ കാനനമണ്ഡലേ. ആമ്ര കദളീ ബഹുള വനസങ്ങൾ ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പകാശോക താലങ്ങളും മാലതീജാതി പ്രമുഖാലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാതിനാനാ വിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗപ്ലവംഗ കുരങ്കാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരേ ഭരതനും. വൃക്ഷാഗ്ര സംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്തിയാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസീ പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥപാദാരവിന്ദങ്ങൾ നൂതനമായ ദിശോഭനം പാവനം. അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിട്ടീടിനാൻ. ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരം വരം. ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കൺമാനവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദപാംസുക്കൾ
ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവകദമ്പവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്ത് അത്ഭുത പ്രേമരസാപ്ലൂതചിത്തനായ ആനന്ദബാഷ്പാകുലക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദം മന്ദിരമിന്ദ്രാതിവൃന്ദാരകവൃന്ദ വന്ദിതമിന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദളനിപശ്യാമളം കോമളം പൂർവജം നീല നളിനദളക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധ ശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായോരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നോരു വിദ്യോതമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണാസേവിതപാദപങ്കേരുഹം ലക്ഷണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവര വല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മജാണ്ഡം വരം കാരുണ്യപൂർണം ദശരഥനന്ദനാമാരണ്യവാസാരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ രാമൻ അവനെയും ശത്രുഘ്നനെയും ആമോദാലെടുത്തു നിവർത്തി സംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനീ ചേർത്തു പുനരപി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതാംഗ്രികൾ കൂപ്പിനാർ ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രീ തൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തദ്വ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു വാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയുമാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടനൂടമൂതം മുലയും ചുരന്നു തത് അന്യരായുള്ളോരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ ലക്ഷ്മി സമനായ ജാനകീ ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമമ്മാറുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തൊന്നു ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠാതാതോദന്തവാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിയുക നീ ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണം ഉച്ചൈർ വിലപിച്ചതേറ്റവും ലക്ഷ്മണനോടും ജനനീജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താതാ മാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിനു പോയി അയ്യോ ഭവാൻ. ഹാ ഹാ ഹദോഹം അനാഥോസ്മി മാം ഇനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിദാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണീടിനാർ ഭൂതലേ.
തദ്ദേശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ. പിണ്ഡം മധുസഹിതയും ഉദീസൽ ഫലപിണ്യാക നിർമ്മിത അന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം തൻ ഭുജിക്കുന്നതു മധു സാദരം നൽകാ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്ത് അതിഖേദേന പിണ്ഡദാനാനന്തരം ദദാ. സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത. സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്നിച്ചു പോന്ന ആശ്രമേ വസിച്ചിടിനാർ.